സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അഖിൽ ഷാൻ സാർ, അഖിൽ, ഏറിയും കുറഞ്ഞും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല മഴ എന്ന് തന്നെയല്ലേ അർത്ഥം? ഹഷ്മി, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നത്. 4 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ മഴ പല ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കർണാടക, ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ നേരത്തെ ഏർപ്പെടുത്തിയ മീൻപിടുത്തത്തിനുള്ള വിലക്ക് അത് തുടരും. കാര്യം, മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഈ കേരള തീരത്തുൾപ്പെടെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നിലവിൽ തുടരുമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം ഈ മണിമലയാർ അതുപോലെ തന്നെ പമ്പാ നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ കടുത്ത ജാഗ്രത ഉണ്ടാവണം. ഇവിടെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത ജാഗ്രത ഉണ്ടാവണം എന്നുള്ള കാര്യം കേന്ദ്ര ജല കമ്മീഷനും അറിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കർണാടക അഖിൽ ഷാൻ സാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കണം, കാലവർഷം അതിൻ്റെ അടുത്ത സ്പെല്ലിലേക്ക് കടക്കുന്നു, കാറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നോക്കിയിരിക്കുക എന്നുള്ളതാണ്.